ബിഗ് ബോസ് കാണാം. അപ്പോൾ ആദ്യത്തെ ഒരു 2 ആഴ്ച കണ്ടിരുന്നു, പിന്നെ സമയം കിട്ടിയില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ആര് കപ്പടിക്കാനാണ് സാധ്യത? കപ്പടിക്കാൻ പറ്റിയ ആരും എനിക്കൊരു കോമണർ അനീഷാണ് പിന്നെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ ആരും എനിക്ക് അത്ര വലിയൊരു ഭയങ്കര ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റിയ സംഭവമായിട്ട്, കാരണം മുൻപുള്ള എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ റോബിൻ ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നല്ലോ, അതിൽ റോബിൻ ഔട്ടാവുന്നവരെ കണ്ടിരുന്നു. പിന്നെ അന്ന് റോബിനെ ഔട്ടാക്കിയത് എനിക്ക് അത്ര ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു ഔട്ടാക്കാനുള്ളൊരു കാരണം എനിക്ക് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. അതിനുശേഷം അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ആദ്യത്തെ ഒരു 1-1.5 2 ആഴ്ച കണ്ടിരുന്നു. അനീഷിൻ്റെ ആദ്യമൊന്നും എനിക്ക് അത്ര ഇതില്ല. പക്ഷേ ഇപ്പോൾ മുന്നോട്ട് ആഴ്ചകൾ ഇങ്ങനെ കഴിയും തോറും എനിക്കൊരു തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് വെച്ച് നോക്കുമ്പോൾ സെലിബ്രിറ്റീസിനെക്കാട്ടിയും കുറച്ചുകൂടി എനിക്ക് തോന്നി കോമണർ ആയിട്ടുള്ള ഇതൊക്കെ എനിക്ക് തോന്നി ഈ 7 സീസൺ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ വന്ന കോമണറിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി പക്വതയും പകരം കുറച്ച് ദേഷ്യവും ചാടിക്കടിയും കുറച്ച് എന്താ പറയുക, അത് പുള്ളിയുടെ ഒരു കുറേ ഗെയിം ഒരു ട്രിക്കും തന്ത്രങ്ങളൊക്കെ ആയിരിക്കും. രേണുസുതി ബിഗ് ബോസ് ഉണ്ടായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് കാണുന്നു, രേണുസുതി അതിനുള്ളിൽ നിന്ന് കാണുന്നു. പക്ഷേ എന്താ രേണുസുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ എനിക്കാണ് അതിനെക്കാട്ടിയും ബെറ്ററായിട്ട് ബിൻസിയും ശാരികയൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി അതിനുള്ളിൽ ഒരു ദിവസമെങ്കിലും കയറണം എന്ന് പറഞ്ഞ് പോയ ഒരാൾ എന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ഒരു എന്താ സ്പേസ് വേസ്റ്റ് ആക്കി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് ഒരു രീതിയിലും അത് എന്തോ മെൻ്റലി ഫിസിക്കലി പുള്ളിക്കാരി ഒരു ആപ്റ്റല്ലായിരുന്നു. പുള്ളിക്കാരി അത് പറയുകയും ചെയ്തു. പക്ഷേ ശാരീരിക ബിൻസിയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ദിവസമൊക്കെ നിൽക്കാൻ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എങ്ങനെയാണ്? അല്ല, ഇത്രയും 35 ദിവസം രേണുസുതി എന്താ ചെയ്തിരുന്നത്? ശാരിക എന്തായിരുന്നില്ല, എന്നാലും അവിടെ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് എനിക്കിപ്പം ഓരോ എപ്പിസോഡ് ബേസ് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ ആകെ ഒരു 1-2 ആഴ്ച ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്നാമത്തത്. രണ്ടാമത്തത് ഞാൻ അന്നെന്നുള്ളത് കാണുന്നതിനനുസരിച്ചൊരു റിവ്യൂ പറയുന്നുണ്ടായിരുന്നു. അല്ല, എനിക്ക് അവരാരും ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്തിരുന്ന് പറയാൻ പറ്റിയൊരു ഇതൊന്നും എനിക്കില്ല. അത് വേണ്ടിയിട്ട് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ടോട്ടൽ മൊത്തത്തിൽ വെച്ചിട്ട് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമണർ അനീഷ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അലൻ ജോസ് പെരേര വന്നാലല്ലേ അറിയാൻ പറ്റൂ. പുറത്ത് കാണുന്ന പുള്ളി അടുത്ത് നിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ആണോ? പിന്നെന്താ എന്ന് ഞാൻ കഴിഞ്ഞ 3 സീസൺ വിളിച്ചിരുന്നു. കഴിഞ്ഞ സീസൺ ലാസ്റ്റ് സീസണിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ സമയത്താണ് അതിന് മുമ്പത്തെ സീസണിൽ എൻ്റെ മോളുടെ സർജറി ഉണ്ടായിരുന്നു, അതങ്ങനെ പോയി. കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ എനിക്ക് എന്താണ് വയലൻസ് കുറവാണെന്ന് അവർ പറഞ്ഞത്. വയലൻസ് കുറവ്, പിന്നെ എന്താ സംസാരത്തിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അതിൽ പറഞ്ഞ ആരാണ്? പ്രവീൺ ചേട്ടൻ. അതിലൊരു പ്രവീൺ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞതാണ്. കാരണം പേരും കൂടെ പറഞ്ഞില്ലെങ്കിൽ പറയും ഞാൻ ചുമ്മാ പറയണമെന്ന് പറയും. പിന്നെ എന്താ പറയുക, എനിക്ക് ലോക്കലായിട്ട് സംസാരിക്കാൻ അറിയില്ല. അത് നന്നായിട്ടൊന്ന് പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ മതി, അതവർക്കറിയില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇപ്പോൾ സീരിയൽ അമ്മായിമാരെല്ലാവരും കൂടെ എൻ്റെ നെഞ്ചത്ത് കയറും. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയും, അമ്മായിയാണ്. എന്തിനാണ് വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കണ? വാ തുറന്നിട്ട് ചേച്ചി ചിരിച്ചോണ്ടിരിക്കണ മുഖത്തിനെ വേറൊരു രീതിയിലാക്കണോ? ഈ സ്വഭാവം മാത്രമല്ല ഉള്ളത്. സീരിയൽ അമ്മായിമാർക്ക് എന്തിന് ഞാനൊരു കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നു? വെറുതെ എൻ്റെ നെഞ്ചത്ത് കയറാൻ ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. വെറുതെ ഇതാക്കരുത്, എന്തെങ്കിലും പറയണേം കൂടി പറയാതിരിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. അതല്ലേ ഞാൻ പറയാം, എന്നെ ശരിക്കും അറിയാത്തോണ്ടാണ് എന്ന്. ചുമ്മാ കിടന്നിട്ട് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാരെങ്കിലും ചൊറിഞ്ഞാൽ ഞാൻ കയറി അത്രേ ഉള്ളൂ. അല്ല ചുമ്മാ